മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലേശ്വരം വീട്ടിലേക്ക് എത്തുന്ന കണ്ണനെയും മഹാലക്ഷ്മിയെയും കണ്ട് ദുർഗയും ഉണ്ണിയും കരുണയും എല്ലാം ഞെട്ടിപ്പോവാണ്. കാരണം അമ്പലത്തിൽ പോയി വന്ന കണ്ണനും മഹാലക്ഷ്മിയും നടന്നു വരുന്നത് കണ്ട് ആകെ അതിശയിച്ച് നിൽക്കുകയാണ് ഇവരെല്ലാം. അങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി അമ്മ ഇങ്ങനെ നോക്കുന്നതെന്ന്. കണ്ണൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചെന്നായിരിക്കും അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നതല്ലേ എന്ന്. അതിന് കാരണം ഇയാൾ തന്നെയാണ്, ഇയാളുടെ പ്രാർത്ഥനയാണ് അതിൻ്റെ ഫലമെന്നും പറയാൻ കേട്ടോ. ഇതെല്ലാം കാണുന്ന കരുണയാണ് കലിയടങ്ങാനാവാതെ ദുർഗയോട് പറയുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിച്ചു? എപ്പോഴും വിജയം ഇവർക്കും ഒപ്പമാണല്ലോ അമ്മേ. അപ്പോൾ ദുർഗയാണ് കരുണയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം. ദുർഗ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടത് അവൻ്റെ സ്വത്തുക്കൾ മാത്രമാണ്, അല്ലാണ്ട് അവൻ്റെയും അവളുടെയും ജീവൻ എടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് മറ്റൊരു മാർഗം സ്വീകരിച്ച് നോക്കാം എന്ന് കരുണയോടായിട്ട് പറയാണ്. കൂട്ടത്തിൽ ദുർഗ പറയുന്നുണ്ട്, ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, ഉണ്ണിയും അതുപോലെ മഞ്ജുവും ഈ കാര്യങ്ങളൊന്നും അറിയരുതെന്ന് കരുണയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനാണെങ്കിൽ ദുർഗയുടെയും കരുണയുടെയും സ്വഭാവത്തിലും പ്രവൃത്തിയിലും ചില മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. അങ്ങനെ മഹാലക്ഷ്മിയാണ് കണ്ണന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പാലിലേക്ക് ദുർഗ എന്തൊക്കെയോ പൊടികളിട്ട് കലക്കുന്നത് മഞ്ജുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഏട്ടത്തിയോടും കണ്ണനോടും ചെന്ന് പറയുന്നുണ്ട്, ഏട്ടത്തി എടുത്തു വെച്ച പാലിൽ അമ്മ എന്തോ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളത് കുടിക്കരുതെന്ന് മഞ്ജു ആവശ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മഹാലക്ഷ്മി പറയുന്നത്, കണ്ണേട്ടൻ നമുക്കിത് ചോദിക്കേണ്ട അവരോടെന്ന് പറയുന്നു. കണ്ണൻ പറയുന്നുണ്ട്, നീ സമാധാനപ്പെട്ടിരിക്കെ, ഇത് എത്രത്തോളം പോകുമെന്ന് നമുക്കൊന്ന് കാത്തിരിക്കാം, അതിനുശേഷം ഇതിനെക്കുറിച്ച് അവരോട് സംസാരിച്ചാൽ മതിയെന്നും പറയുന്നു. ആ സമയം കൊണ്ട് മഞ്ജു ആണെങ്കിൽ ആ പാലെല്ലാം മാറ്റി മറ്റൊരു പാൽ അവിടേക്ക് വെക്കുന്നുണ്ട്. ഈ കാര്യം മഞ്ജു ഏട്ടത്തിയോട് പറയുന്നുണ്ട്. അത് പ്രകാരം കണ്ണൻ ഈ പാല് കൊണ്ടുപോയി കൊടുക്കുകയും കണ്ണൻ ഇത് കുടിക്കുന്നത് ദുർഗയും കരുണയും മാറി നിന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് സമാധാനമാവുകയാണ്. അവർ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് കരുതുന്നു. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കണ്ണൻ്റെ മുറിയിലെത്തുന്ന ദുർഗ കമലേശ്വരം വീടിൻ്റെ ആധാരം എടുക്കുക എന്നതാണ് ദുർഗ ലക്ഷ്യമാക്കുന്നത്. അതേസമയം ഉറക്കം നടിച്ചു കിടന്ന കണ്ണനും മഹാലക്ഷ്മിയും ഉണരുന്നുണ്ട്. ഇത് കാണുന്നത് ദുർഗ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കണ്ണൻ ദുർഗയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ലക്ഷ്യം ഞങ്ങൾ ഉറക്കിയിട്ട് ഇതെല്ലാം കൊണ്ടുപോകാമായിരുന്നു എന്നാണോ? നിങ്ങളിങ്ങനെ ഒരു ചതി പ്ലാൻ ചെയ്യുന്നത് കാര്യം ഞങ്ങളോട് മഞ്ജു അറിയിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾക്ക് കൈയോടെ പൊക്കാൻ സാധിച്ചല്ലോ എന്ന് പറയാണ് കണ്ണൻ. നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെല്ലാം ഞാൻ ഫോണിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നാളെ കാലത്ത് നിങ്ങളെ തേടി പോലീസ് ഇവിടെ എത്തും. ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു തെറ്റ് എന്നിൽ നിന്നുണ്ടാവില്ല എന്നും എന്നോട് ക്ഷമിക്കണം മോനെ എന്നെല്ലാം പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ രണ്ടാനമ്മയായിട്ടല്ല കരുതിയത്, എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കരുതിയിരുന്നതെന്നും, എന്നാൽ നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ ഒരു സ്വന്തം മകനായിട്ട് കണ്ടിട്ടില്ല എന്നും, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയോട് എനിക്ക് ക്ഷമിക്കാൻ തീരെ പറ്റില്ല എന്നെല്ലാം കണ്ണൻ ഉറച്ച് പറയാണ്. ഇതെല്ലാം കേട്ട് ദുർഗ വീണ്ടും അപേക്ഷിക്കുന്നുണ്ട് കണ്ണനോട്. ഇതെല്ലാം കാണിച്ചാണ് ഈ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.